യോഗമെന്നത് പാണ്ഡവ മനക്കരുത്തോടെ സസന്തോഷം യോഗി അഭ്യസിക്കണം ധ്യാനയോഗ വിദ്യകൾ സർവവും ധനഞ്യ ധനുർധര ഭാരത പരദർശവ. വൈദ്യവിജ്ഞാന സമ്പാദനത്തോടൊപ്പം തന്നെ ആത്മവിദ്യയും കൈവരിച്ചാൽ സമ്പൂർണത നേടാൻ സുലഭം. ജീവാത്മശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. വൈദ്യവിജ്ഞാന വിചക്ഷണർ ആ നിലയിൽ ചിന്തിക്കുന്നത് ഉത്തമം. ഉത്പത്തി പ്രളയം ചൈവ ഭൂതാനാം ആഗതിംഗതിയും വേത്തി വിദ്യാം അവിദ്യാം ച സ ഭഗവാനിതി. ജീവജാലങ്ങളുടെ ഉൽപ്പത്തി, പ്രളയം, ജനനം, മരണം, വിദ്യ, അവിദ്യ ഇവയെല്ലാം അറിയുന്നവൻ ഭഗവാൻ. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് വാസുദേവപുത്രനായ ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ അർജുനോട് പറയുന്നു, അർജുന, ഈ ലോകത്ത് എല്ലായിടത്തും ഇരുട്ടും വെളിച്ചവും തമ്മിൽ യുദ്ധത്തിലാണ്, ജ്ഞാനവും അജ്ഞാനവും തമ്മിൽ യുദ്ധത്തിലാണ്. 8-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം. ശുക്ലം കൃഷ്ണൻ ജഗദ്ഗതികൾ രണ്ടെന്ന് വേദമതം ധനഞ്യ ധനുർധര. ആദ്യത്തേതിൽ മുക്തിയും അടുത്തതിൽ പുനരാവർത്തിയും ഫലം പാർത്ത വാനരധ്വജ പരന്തവ പാണ്ഡുനന്ദന. അഗതികൾക്ക്, ആലംബഹീനർക്ക്, അവഗണിക്കപ്പെട്ടവർക്ക്, ആത്മവീര്യം കെടുത്തപ്പെട്ടവർക്ക്, മർദ്ദിതർക്ക്, അജ്ഞർക്ക്, ദരിദ്രർക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ വേണ്ടി ജാതിമതഭേദമന്യേ, ഭാഷാഭേദമന്യേ, ദേശഭേദമന്യേ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് എല്ലാവരും സനാതന തത്വശാസ്ത്രം ഉൾക്കൊണ്ട് ആനന്ദമയരായി ജീവിക്കണം. അതിന് പരസ്പരം സഹായിക്കണം. മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർ ഈ ആത്മജ്ഞാനം പ്രപഞ്ചം മുഴുവനും വ്യാപിപ്പിക്കാൻ അശ്രാന്തം പരിശ്രമിക്കണം. എങ്കിൽ നമുക്ക് സമത്വസുന്ദരമായ സ്വർഗീയ ഭൂമിയിൽ നിവസിക്കാം. വൈകുണ്ഠം ഇവിടെ തന്നെ കെട്ടിപ്പടുക്കാം. 18-ാമത്തെ അധ്യായം 71-ാമത്തെ ശ്ലോകം. സനാതനധർമ്മഗീതാശാസ്ത്രം പഠിച്ചും പഠിപ്പിച്ചും ആസ്വദിച്ചിടുന്നവനും വിശ്വാസത്തോടും ഭക്ത്യാദരവോടും കൂടി കേട്ട് രസിക്കുന്നവനും പാപമുക്തനായിടും ശുഭലോക പുണ്യാത്മപരം ധാമവും ലഭിച്ചിടും സഖേ വാസവാത്മജ വാനരധ്വജ ധനുർധര ധനഞ്ജയ പാണ്ഡവേയ പാണ്ഡുനന്ദന പാണ്ഡുപുത്ര പാണ്ഡുരംഗപ്രിയ കുന്തിപുത്ര കുന്തിനന്ദന പാർത്ഥ കുരുവര കൗരവേയ ഇന്ദ്രരൂപ ഇന്ദ്രസൂത ഇന്ദ്രാത്മജ ദേവേന്ദ്രാത്മജ ദേവേന്ദ്രധനയ ധനഞ്ജയ. വഴിപിഴക്കാത്ത സരളമായ ജീവിത തത്വശാസ്ത്രമാണ് ഭഗവാന്റേത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ, വൈകുണ്ഠാരോഹണത്തോടെ പ്രപഞ്ചം മുഴുവനും അക്രമങ്ങളും അനീതികളും കൊള്ളയും കൊലപാതകങ്ങളും അഴിഞ്ഞാടി. ഇത് കണ്ട് പകച്ചുപോയ നാരദൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് ലോകസ്ഥിതി അറിയിച്ചു. അതിനുള്ള പ്രതിവിധിയായി ബ്രഹ്മാവ് ഉപദേശിച്ചതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. 16 വാക്കുകൾ. ബ്രഹ്മവിരാജിത ഹരേ കൃഷ്ണ മന്ത്രം, ബ്രഹ്മർഷി നാരദ പ്രചാരിത മന്ത്രം, സച്ചിദാനന്ദ ഹരി ഗോവിന്ദ രാമമന്ത്രം, ഹരേ കൃഷ്ണ ഹരേ രാമമന്ത്രം. സനാതനധർമ്മഗീത സർവശോക നിവാരണിയാണ്, സർവൈശ്വര്യപ്രദായിനിയാണ്, പ്രപഞ്ചമന്ത്രമാണ്. ഈ സനാതന മന്ത്രം യഥാർത്ഥത്തിൽ ആദിയിൽ തന്നെ ഉണ്ടായതാണ്. 4-ാമത്തെ അധ്യായം 1, 2, 3 ശ്ലോകങ്ങൾ. അനശ്വരമാമീ പരമമാം കർമ്മയോഗ വിദ്യ. ഞാനുരച്ചു സൂര്യദേവനോടാദ്യമായി ധനഞ്ജയ. സൂര്യനത് മനുവോടും മനു അത് ഇക്ഷ്വാകുവോടും പറഞ്ഞു എന്നോതിനാൻ പരംപുമാൻ പരാപരൻ ഹരി. രാജർഷിമാർ ശരിയാം വണ്ണം ഗ്രഹിച്ചതാമീ രാജയോഗം പരമ്പരാഗതം ധനഞ്ജയ. ശ്രേഷ്ഠമാമീ യോഗവിദ്യ കാലാന്തരേണ നഷ്ടമായി ലോകമറിയാതെ കിടന്നിരുന്നു ഭരതർഷഭ ധനഞ്ജയ ധനുർധര ഭാരത. പരമഭക്തൻ പ്രിയസഖിയുമാകയാൽ പരമഗുഹ്യമാം പരമയോഗവിദ്യ അതിപുരാതനമീ ജ്ഞാനകർമ്മയോഗവിദ്യ ഉദകം നിനക്ക് വേണ്ടി ഉര ചെയ്തു തരുന്നു ഞാൻ പാണ്ഡവ കുന്തി പുത്ര കുരുനന്ദന ധനഞ്ജയ ധനുർധര ഭാരത. ഭഗവത്ഗീത
അർജുനൻ സ്വീകരിച്ചത് എങ്ങനെയെന്ന് 10-ാമത്തെ അധ്യായത്തിൽ 12-13 ശ്ലോകങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. പരബ്രഹ്മം പരന്ധാമം പരമം പവിത്രം പരം പുമാൻ ശാശ്വതൻ ദിവ്യൻ പരമോന്നതൻ അജൻ അക്ഷരൻ അവ്യൻ അചിന്യൻ അർത്ഥൻ അനർത്ഥൻ അച്യുതൻ അപ്രമേയൻ അനഘൻ ഭവാൻ എന്ന് ചൊല്ലുന്നു മുനിമാരായ ദേവർഷി നാരദൻ അസിതൻ ദേവലൻ വ്യാസൻ എന്നിവർ. തഥാ ഭഗവാനും എന്നോടരുളി ചെയ്തതും മധുസൂദന കൃഷ്ണ ഗോവിന്ദ യോഗേശ്വര ഹരി ഗോവിന്ദ രാമ ഹരി നാരായണായ നമ നാരായണായ നമ. ഭഗവാൻ അരുൾ ചെയ്തതെല്ലാം സത്യമെന്നറിയുന്നു ഞാൻ. സുരാസുരന്മാർക്ക് അറിയില്ല ഭഗവത് പ്രഭാവം ഒന്നുമേ. മാധവ മധുസൂദന മംഗള ഹരി ഗോവിന്ദ രാമ ഹരി നാരായണായ നമ നാരായണായ നമ. വൈകുണ്ഠത്തെക്കുറിച്ച് ഭഗവാൻ പ്രതിപാദിക്കുന്നു. അതാണ് പരമമായ ധാമം. ഈ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും പിന്നോട്ട് പോകുന്നില്ല. 8-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം. അക്ഷരം അവ്യക്തം പരമമാം ഗതി പരമമാം പദം എന്നോതുന്നു ജ്ഞാനികൾ. അവിടെ ചെന്നാൽ പിന്നെ തിരികെ വരേണ്ടതേ ഇല്ല. പരമമാം ധാമം ഇന്ദ്രസൂത പരന്തവ ധനഞ്ജയ ധനുർധര ഭാരത പരദർശഭ. നാനാദേവന്മാരെ ആരാധിക്കുന്നതും ആചരിക്കുന്നതും ഭഗവാൻ അംഗീകരിക്കുന്നില്ല. 7-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം. അതാണ് ഏകമായ എന്നെ മാത്രം മാമേകം ശരണം വ്രജ. 18-ാമത്തെ അധ്യായം 66-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ആശാവാശങ്ങളാൽ ബന്ധനസ്ഥരായ ഭക്തർ വകതിരിവും ജ്ഞാനവുമറ്റവർ അജ്ഞാനികൾ സ്വന്തം പ്രകൃതിക്കനുസൃതം ഉപാസനക്രമപ്രകാരം പൂജിച്ച് പ്രസാദിച്ചിടും മറ്റ് ദേവകളെ ദേഷ്ടം. 15-ാം അധ്യായം 1-2 ശ്ലോകങ്ങൾ. കർമ്മബന്ധനങ്ങളായ സംസാര വൃക്ഷത്തിന്റെ വേരുകൾ അധമ പ്രകൃതികളായ മനുഷ്യരുടെ ലോകത്ത് പടർന്ന് പന്തലിച്ച് അമർന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വേരുകൾ മേലോട്ടും ശാഖികൾ താഴോട്ടുമായി നിൽക്കും ഈ സംസാരമരം. അരയാൽ മരം അനശ്വരം മരത്തിൻ പത്രങ്ങൾ വേദങ്ങളുമായ മായാമയം ഈ സംസാര വൃക്ഷം. അറിയുന്നവൻ അറിയേണ്ടത് അറിയുന്നവൻ സഖേ ധനഞ്ജയ ഭാരത സത്തമാ കൗരവശ്രേഷ്ഠ ധനുർധര ഭാരത ഭരതർഷഭ. ത്രിഗുണങ്ങളാൽ പെരുത്ത അനന്ത ശാഖോപശാഖയാൽ വിസ്തൃതമായ സംസാര വൃക്ഷം മേലോട്ടും താഴോട്ടും വളർന്ന് പന്തലിച്ച് നിൽപ്പൂ. കീഴ്പോട്ടുമർത്തി ലോകത്തിലേക്ക് വന്ന് കർമ്മബന്ധിതമാം ശാഖോപശാഖകൾ അനന്ത വിസ്തൃത വ്യാപൃതമായി പരന്നിരിക്കുന്നു. പരന്തവ പാണ്ഡുപുത്ര. ആത്മീയ ലോകം എങ്ങനെ പ്രാപിക്കാമെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. നിർമ്മാണമോഹനായ ഒരാൾക്ക് അവ്യപദം ശാശ്വത സാമ്രാജ്യം പ്രാപിക്കാൻ സാധിക്കും. 15-ാമത്തെ അധ്യായം 5, 8-ാമത്തെ അധ്യായം 5, 15-ാമത്തെ അധ്യായം 11 ശ്ലോകങ്ങൾ. മാനമോഹം തഥാ സംഘദോഷം വിട്ട് നിത്യവും അധ്യാത്മചിന്തയില്ലാണ്ടിട്ട് ആശ നിവർത്തിച്ച് യോഗിയായി നിത്യവും ദ്വന്ദ്വം വിമുക്തനായി ഭക്തനായി ജ്ഞാനിയായി നിൽക്കുകയിൽ അന്ത്യം ഗമിച്ചിടും. അനശ്വരമാം പരം ബ്രഹ്മധാമം ദൃഢം. പാണ്ഡവ പാണ്ഡവ ശ്രേഷ്ഠ മധ്യമ പാണ്ഡവ ഭീമസേനാനുജാസകേ പരന്തവ പാണ്ഡവേയ പാണ്ഡുനന്ദന പാണ്ഡുപുത്ര പാണ്ഡുരംഗപ്രിയ പാപരഹിത പരന്തവ. മരിക്കുമ്പോൾ എന്നെ തന്നെ ഓർത്ത് ജീവൻ വെടിയുന്ന ഭക്തൻ വന്നു ചേരും ഉടൻ തന്നെ എന്നിൽ തന്നെ നൂനം. വാനരധ്വജ പരന്തവ പാണ്ഡുനന്ദന ധനുർധര കുന്തിപുത്ര കുന്തിനന്ദന പാർത്ഥ കുരുവര കൗരവയ കൗരവശ്രേഷ്ഠ ഭാരതശ്രേഷ്ഠ ഭരതർഷഭ ധനഞ്ജയ ധനുർധര പരന്തവ. പരമാത്മാവ് ദേഹസ്ഥിതനാണെന്നറിയുന്നു. യോഗയുക്തേന യത്നിക്കുന്ന യോഗികൾ ആത്മജ്ഞാനവിഹീനരാമന്ധകാരസ്ഥിതർ എത്ര യത്നിച്ചാലും ദർശിക്കുന്നില്ല പരമ്പുമാനാം പരമാത്മനെ. പരന്തവ പാണ്ഡുനന്ദന ധനഞ്ജയ ധനുർധര ഇന്ദ്രരൂപ ഇന്ദ്രസൂത ഇന്ദ്രാത്മജ ദേവേന്ദ്രാത്മജ ദേവേന്ദ്രതനയ
പാണ്ഡവേയ പാണ്ഡുനന്ദന പാർത്ഥ കുന്തിപുത്ര കുന്തിനന്ദന